ഇപ്പോൾ പത്തനംതിട്ടയിലെ അടൂരിൽ അനാഥാലയത്തിൽ പെൺകുട്ടിയെ ഗർഭിണിയായ സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധന DNA സാമ്പിൾ ശേഖരിക്കും. പെൺകുട്ടിയെ അനാഥാലയത്തിലെ നടത്തിപ്പുകാരുടെ മകൻ വിവാഹം കഴിച്ചിരുന്നെങ്കിലും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോക്സോ കേസ് എടുത്തിരുന്നു. ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, മുമ്പേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. എന്താണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിലെ നീക്കം? പരിശോധനകൾ, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സജിത്തെ, അടൂരിലെ അനാഥാലയത്തിലെ പെൺകുട്ടിയാണ് ഗർഭിണിയായ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് ഒരു DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ്. അത് പ്രധാനമായും അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകനും ഈ പെൺകുട്ടിയും തമ്മിൽ അടുപ്പമായിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു, വിവാഹം കഴിച്ച് നൽകുകയും ചെയ്തു. പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടി പ്രായപൂർത്തിയായിരുന്നില്ല. ആ ഗർഭിണിയായ സമയത്ത് പ്രായപൂർത്തിയായ സമയത്താണ് ഗർഭിണിയായെന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുള്ളത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ആരെയും പ്രതി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ടുമില്ല. വിശദമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നുള്ള നിലപാടിലാണ് പോലീസ്. ഡോക്ടർമാരുടെ പരിശോധനയിലാണ് പെൺകുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുമ്പാണ് ഗർഭിണിയായിട്ടുള്ളത് എന്നുള്ളൊരു വിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DNA സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം തുടർ നടപടിയിലേക്ക് സ്വീകരിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ വിവാദമായ രീതിയിലേക്ക് ഈ കേസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ എല്ലാ മാധ്യമങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത്, കാരണം അനാഥാലയത്തിന്റെ പെൺകുട്ടിയാണ്, അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരുടെ മകൻ തന്നെ വിവാഹം കഴിക്കുന്നതൊക്കെ വലിയ വാർത്തയായതാണ്. പക്ഷെ പിന്നീടാണ് ഇത്തരത്തിലൊരു സംഭവം പുറത്തു വരുന്നത്. ഈ പെൺകുട്ടിയും ഈ യുവാവും തമ്മിൽ ഈ അനാഥാലയം നടത്തിപ്പുകാരുടെ മകനുമായി അടുപ്പത്തിലാവുകയും തുടർന്ന് ഗർഭിണിയാവുകയും ചെയ്തു. ആ സമയത്താണ് മകനെ കൊണ്ട് ഇവർ വിവാഹം കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടി പ്രായപൂർത്തിയാത്ത സമയത്താണ് ഗർഭിണിയായെന്നുള്ള ഒരു വിവരം ഇപ്പോൾ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ ഉടൻ അതിന് ഫലം വന്നതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ അടൂർ അനാഥാലയത്തിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ഗർഭിണിയായ സംഭവത്തിൽ അതിൽ അന്വേഷണം നടക്കുകയാണ്. ഇതിൽ പോക്സോ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോകും.